അമേരിക്ക ഇറാൻ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് നെഞ്ചിടിപ്പേറ്റുന്ന അത്യന്തം നിർണായകമായ വാർത്തകളാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ പുകമറ സൃഷ്ടിച്ച് ലോകത്തെ പറ്റിക്കുമ്പോഴും മറുവശത്ത് ഇറാന്റെ നെഞ്ചിലേക്ക് അടുത്ത മാരക പ്രഹരമേൽപ്പിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായാണ് സൂചനകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അമേരിക്ക എത്രത്തോളം ഭീകരമാക്കുന്നു എന്നതിന് ഒരൊറ്റ തെളിവ് ദാ മുന്നിലുണ്ട്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ ഈ വാരാന്ത്യത്തിൽ നടക്കേണ്ടിയിരുന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് പോലും ട്രംപ് പെട്ടെന്ന് റദ്ദാക്കിയിരിക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട അതീവ അടിയന്തര സാഹചര്യം മുൻനിർത്തി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പാഞ്ഞെത്തുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നു മാത്രം: അമേരിക്ക മറ്റൊരു അന്യായമായ യുദ്ധത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മെമ്മോറിയൽ ദിന അവധിക്കാല യാത്ര പോകാനിരുന്ന അമേരിക്കൻ സൈനികരോടും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരോടും പ്ലാനുകൾ റദ്ദാക്കി അടിയന്തരമായി ജോലി പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം സാമ്രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായ സൈനികരെ വീണ്ടും മരണമുഖത്തേക്ക് തള്ളിവിടാനാണ് അമേരിക്കയുടെ നീക്കം. മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ അധിനിവേശ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന പ്രതികാര ആക്രമണങ്ങളെ നേരിടാൻ പ്രതിരോധ സജ്ജമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കാൻ പാടില്ലെന്ന തങ്ങളുടെ പഴയ സാമ്രാജ്യ ധാർഷ്ട്യം അമേരിക്കൻ വക്താവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ട്രംപിന്റെ ഏകപക്ഷീയമായ അവസാന നിർദ്ദേശം നിരസിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണിയും അമേരിക്ക ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെ പണക്കൊഴുപ്പിനും ആയുധബലത്തിനും മുന്നിൽ മുട്ടുമടക്കാൻ അഭിമാനിയായ ഇറാൻ ജനത തയ്യാറല്ല. അമേരിക്കയുടെയോ അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ പ്രത്യാഘാതം അത്യന്തം കഠിനമായിരിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ തകർപ്പൻ പ്രഹരങ്ങൾ ഉണ്ടാകും എന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കൻ അഹങ്കാരത്തിന്റെ നെറുകയിലേറ്റ ശക്തമായ പ്രഹരമാണ്. നിലവിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ആഗോള ഇന്ധനവില വർധനവും ലോകത്തെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി അമേരിക്കയുടെ അനാവശ്യമായ യുദ്ധക്കൊതി മാത്രമാണ്. സൈനിക നടപടികളെക്കാൾ നയതന്ത്രമാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ നടപ്പിലാക്കാൻ ഒരു കപട പ്ലാൻ ബി അമേരിക്ക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം കാക്കാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അമേരിക്കയുടെ ഈ ഭീഷണികൾ വെറുതെയാകുമെന്ന് തന്നെയാണ് വരും മണിക്കൂറുകൾ തെളിയിക്കാൻ പോകുന്നത്.